നമഃ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് പൗരാണിക ഭാരതീയ ശാസ്ത്രചിന്തകളും ആധുനിക ഭൗതിക ശാസ്ത്രചിന്തകളും തമ്മിൽ ഉള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ആധുനിക ഭൗതിക ശാസ്ത്രം അനുസരിച്ച് മെറ്റീരിയൽ വേൾഡ്, ഇതിനാണ് പ്രാധാന്യം. മെറ്റീരിയൽ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്ററാണ് കാണുന്നത് മുഴുവൻ. ഈ മാറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ സൃഷ്ടികൾ മുഴുവൻ മെറ്റീരിയലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കറക്റ്റായിട്ട് മനസ്സിലാക്കാനാണെങ്കിൽ ഒരു വിധത്തിൽ പറയാം. അതിന് ഭൗതികശാസ്ത്രത്തിൽ വേറെ പല ഡിഫിനിഷനും കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ശരിയായിട്ട് എന്താണ് ഇവർ മെറ്റീരിയൽ എന്ന് പറയുന്നത്, ശരിയായിട്ട് ഏത് അവസ്ഥയിലുള്ളതാണ് എന്ന് ചോദിച്ചാൽ ഇന്ദ്രിയ ഗോചരത്വം ഉള്ളതിനെയാണ് മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നത്. ഇന്ദ്രിയ ഗോചരത്വം ഉള്ളതിനെല്ലാം സത്യം എന്ന് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റതെല്ലാം മിഥ്യ എന്നുള്ള വാക്കൊന്നും ഇവർ പറയാറില്ല. ആര്? മോഡേൺ സയൻസ്. അത് ഇല്ലാത്തതാണ്. ഉള്ളത് എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ വേൾഡ് ആണ് ഉള്ളത്. മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇന്ദ്രിയ ഗോചരത്വം ഉണ്ടാകണം. ഇനി അതല്ല, ഇന്ദ്രിയ ഗോചരത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാലും അത് മെറ്റീരിയൽ വേൾഡിൽ പെടും. ഇന്ദ്രിയ ഗോചരത്വം ഇപ്പോൾ തൽക്കാലം ഇന്ദ്രിയ ഗോചരത്വം ഇല്ല. എന്നാൽ അത് നമ്മളുടെ ഇന്ദ്രിയ ഗോചരത്വമുള്ള വസ്തുക്കളിലൂടെ, അതിന്റെ ക്രമീകരണത്തിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കണം? ഇന്ദ്രിയ ഗോചരത്വത്തിലേക്ക് എത്തിക്കാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണം പറയുമ്പോൾ മാത്രമേ എല്ലാം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ ശരിക്ക് കാര്യം അതിന്റെ ഒരു സൂത്രവാക്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല. എക്സാമ്പിൾ എന്താണ്? നമ്മൾ രക്തം പരിശോധിക്കാൻ കൊടുക്കും. രക്തം എടുക്കുമ്പോൾ നമുക്കൊക്കെ കാണാം രക്തം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. ചുവന്ന നിറത്തിലുള്ള ഒരു കൊഴുത്ത ദ്രാവകം, അത് നമ്മുടെ അനുഭവത്തിൽ കാണാം. ആ ദ്രാവകം എല്ലാവരും കാണുന്നത് ഒരേപോലെ തന്നെ ഇങ്ങനെ കാണും. ഒരു ചുമല നിറത്തിലുള്ള ഒരു ദ്രാവകം. അത് പരിശോധിക്കാൻ കൊടുക്കുമ്പോൾ ഈ ലാബ് ടെക്നീഷ്യൻ എന്താ ചെയ്യുക? അത് ഒരു പ്ലെയിൻ ഗ്ലാസ്സിലേക്ക് അത് കുറച്ചെടുത്ത് വെച്ചിട്ട് അത് ഒരു മൈക്രോസ്കോപ്പിൽ കൊണ്ടുവയ്ക്കും. ഒരു തുള്ളി എടുത്ത് അതിലേക്ക് തേക്കും, ഈ ഗ്ലാസ്സിലേക്ക്. എന്നിട്ട് ആ ഗ്ലാസ് എടുത്ത്, ഗ്ലാസ് പീസ്, നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് അല്ല, നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് പീസ്, ഈ ഗ്ലാസ് പീസിലേക്ക് തേക്കുന്നത് എന്തിനാണ്? നമ്മളൊരു കടലാസിലേക്ക് തേച്ച് വെച്ചാൽ കാണുകയില്ല. എന്ന് പറഞ്ഞാൽ അത് ഈ രക്തത്തിന്റെ കണിക കാണണമെങ്കിൽ രക്തം മാത്രമായിട്ട് അവിടെ മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റണം. രക്തം മാത്രമായിട്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു ചായ തരിക എന്ന് പറഞ്ഞാൽ ചായയുടെ കൂടെ ഒരു ഗ്ലാസ് തരാതെ ചായ തരാൻ പറ്റുകയില്ല. ഒരു കണ്ടെയ്നർ തരാതെ നമുക്ക് കപ്പിൽ തന്നാൽ നമുക്ക് മേളിൽ നോക്കിയാലേ ചായ കാണുള്ളൂ. കുപ്പി ഗ്ലാസ് ആണെങ്കിൽ അതിന്റെ സൈഡിൽ കൂടിയൊക്കെ നമുക്ക് എത്രയുണ്ട്, ചായയുണ്ട്, പകുതിയാണോ, മുക്കാൽ ഭാഗമാണോ, കാൽഭാഗമാണോ എന്നൊക്കെ അറിയാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുപ്പി ഗ്ലാസിൽ തരുമ്പോൾ, ചില്ല് ഗ്ലാസിൽ തരുമ്പോൾ എന്താണ്? ആ ചില്ല് നമുക്ക് ഈ കണ്ണുകൾ കൊണ്ട്
കാണാൻ പറ്റുന്നില്ല. അത് ട്രാൻസ്പെയറന്റ് ആയതുകൊണ്ട്. മനസ്സിലാവുണ്ടോ? ലൈറ്റിനെ കടത്തി വേണം. അതുകൊണ്ട് ചില്ലിന്റെ ഒരു പീസിൽ തേച്ച് പിടിപ്പിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ഗ്ലാസ് ഒരു കടലാസിന്റെ പുറത്തോ അല്ലെങ്കിൽ തടിയുടെ പുറത്തോ തേച്ച് പിടിപ്പിച്ച ചെടിയിൽ വെക്കുന്ന പോലെയല്ല. അതിന്റെ ആ രക്തത്തുള്ളിയുടെ അപ്പുറത്തും ഇപ്പുറത്തും നടുക്കും ഒക്കെ കൂടെ എത്രമാത്രം ലൈറ്റിന് പാസ് ചെയ്യാൻ പറ്റും അത്രയും ലൈറ്റിന് പാസ് ചെയ്യാൻ പറ്റുന്ന കാരണം നമുക്ക് ചില്ലിനെ കാണാതെ രക്തത്തിനെ മാത്രമായിട്ട് കാണാൻ കഴിയും എന്നർത്ഥം. അതുകൊണ്ടാണ് ചില്ലുകൾ അങ്ങനെ രക്തത്തെ മാത്രമായിട്ട് അങ്ങനെ കാണുമ്പോൾ, അതിനെ അങ്ങ് വലുതാക്കി കാണുമ്പോൾ നമ്മൾ കണ്ട ഈ ചുമല ദ്രാവകമല്ല കാണുന്നത്. അവിടെ കുറെ ജീവികളെയാണ് കാണുക. അത് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള അണുക്കളുടെ, നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള അണുക്കൾ എത്രയുണ്ട് അണുക്കൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ വായ്ക്കകത്ത് തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അണുക്കളുണ്ട്. അത് നമ്മളുടെ ഈ സലൈവയിലും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ പച്ചക്കറി മാത്രമാണ് കഴിക്കുന്നതെന്ന് പറയുമ്പോഴും നമ്മൾ പല ജീവികളെയും കൊല്ലുന്നുണ്ട്. ശ്വാസമെടുക്കുമ്പോഴോ ഇഷ്ടംപോലെ അണുക്കൾ, നല്ലതും ചീത്തും നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള രക്തത്തിൽ മുഴുവൻ രക്താണുക്കൾ. എങ്ങനെയാണ്? ശ്വേതരക്താണുക്കൾ, ചുമല രക്താണുക്കൾ എന്ന് പറഞ്ഞ്, അപ്പോൾ രക്താണുക്കൾ തന്നെ ചുമലയും വെള്ളയും ഒക്കെ ആയിട്ടുള്ള രക്താണുക്കൾ നമ്മളുടെ ഈ ശരീരത്തിൽ ഉള്ള രക്തത്തിൽ നിറച്ചുണ്ട്. അതിന് പിന്നെയോ നമുക്ക് പുറത്തുനിന്ന് ഇതിനകത്തേക്ക് അബദ്ധവശാൽ കയറിയിട്ടുള്ള രക്താണുക്കളല്ല, അണുക്കൾ വേറെ. അത് നമ്മളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നതാണ്. അകത്ത് നമുക്ക് ആവശ്യമുള്ള രക്താണുക്കൾ ഇഷ്ടംപോലെയുണ്ട്. പിന്നെ ഒരു മുറിവുണ്ടായി ആ മുറിവിനകത്തൂടി കയറുന്നതോ പുറത്തുനിന്ന് ആവശ്യമില്ലാതെ കയറും. അപ്പോൾ എന്തു പറ്റും? ഇതിനകത്ത് ഈ ശ്വേതരക്താണുക്കള് പട്ടാളക്കാരെ പോലെ അതുമായിട്ട് യുദ്ധം ചെയ്ത് പുറത്തുനിന്ന് വന്നവന്റെയും അകത്തുള്ളവന്റെയുമായിട്ടുള്ള അണുക്കളുടെ ഡെഡ് ബോഡീസാണ് പഴുപ്പ് എന്ന രീതിയിൽ പുറന്തള്ളുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന രക്തം എന്ന് പറയുന്ന ഈ ദ്രാവകം, അത് നമ്മൾ അതിനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി കഴിയുമ്പോൾ എന്താണ്, നഗ്നനേത്രങ്ങളിലൂടെ കാണാൻ പാടില്ലാത്ത കാര്യങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ വലുതാക്കി കാണുമ്പോൾ എന്താണ്, അത് ഈ കാണുന്ന ഒരു ദ്രാവക രൂപത്തിൽ ഉള്ള ദ്രാവകമല്ല കാണുന്നത്, അതിനകത്തുള്ള ജീവികളെ കാണുന്നു. ഒരു ഗ്രാമത്തിൽ ഒരു ജീവികൾ താമസിക്കുന്ന ഗ്രാമം പോലെ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഒരു ജീവിയെ മാത്രമായിട്ട് കാണണമെങ്കിൽ ഇതിനെയും വലുതാക്കിയാൽ മതി. ഒരു സമൂഹം, അതിന്റെ ജീവിതവും ഒക്കെ കാണാൻ നമുക്കവിടെ. അപ്പോൾ അതുപോലെ നമ്മൾ അതൊക്കെ എന്താണ്, വേറെ ഒരു ഭൗതിക സാഹചര്യത്തിലൂടെ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ അവസ്ഥയിലൂടെ തന്നെ നമുക്ക് ഇതിനെ ഇന്ദ്രിയ ഗോചരത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമ്പോൾ അതിനെയും നമ്മൾ മെറ്റീരിയൽ എന്ന് പറയും. എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും ഇന്ദ്രിയ ഗോചരത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമ്പോഴാണ് അതിനെ നമ്മൾ അങ്ങനെയുള്ള അവസ്ഥയാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. മെറ്റീരിയൽ അവസ്ഥ നമുക്ക് മാറ്ററായി. എന്നാൽ വാസ്തവത്തിൽ സുഖം, ദുഃഖം എന്ന് പറഞ്ഞ ഈ വികാരങ്ങളൊക്കെ, ബുദ്ധി,
മസ്തിഷ്കം മെറ്റീരിയലാണ്, ബുദ്ധി എന്ന് പറയുന്നത് മെറ്റീരിയൽ. അപ്പോൾ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നൊക്കെ പറയുന്നത് മെറ്റീരിയൽ അല്ല. ഇതിനെ എന്ത് ചെയ്യുന്നു? ഇതിനെയാണ് നമ്മൾ ജീവിക്കാൻ ഉപയോഗിക്കുന്നത്. ജീവിതം ആസ്വദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വാസ്തവത്തിൽ എന്തിനാണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ജീവിതത്തെ സമാധാനപൂർവമാക്കുന്നതും ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുന്നതും ജീവിതത്തെ ആസ്വദിക്കുന്നതും, ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചേർന്നുള്ള ഈ പ്രവർത്തനമാണ് ജീവിതം. അതിന് സഹായിക്കുന്ന ടൂളാണ് എന്ത്? ഈ ശരീരം. ശരീരം എന്ന് പറയുന്നത് മെറ്റീരിയലാണ്. മെറ്റീരിയലാണെന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എന്തൊക്കെയുണ്ട്? ഖരം, ദ്രാവകം, വാതകം, ഊർജം. ഈ 4 കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ശരീരം എന്ന് പറയുന്നത്. ഇതാണ് മെറ്റീരിയൽ എന്ന് പറയുന്ന അവസ്ഥ. അത് ശരീരം, അത് പെട്ടെന്ന് നശിക്കുന്നതാണ്. എന്നാൽ മനസ്സ്, ബുദ്ധി, എന്താണ് പിന്നെ അഹങ്കാരം, ചിത്തം, ഇതൊക്കെ നശിക്കാത്തത് എങ്ങനെ നശിക്കും? താരതമ്യേന അതിന് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അത് ചെറിയ ചെറിയ ഘടകങ്ങൾ. എന്ന് വെച്ചാൽ ഒരു വീട് കെട്ടി, വീടിനെ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വെച്ചുകൊണ്ട് ഒരു ബുൾഡോസർ വെച്ച് ഒരു തള്ളു വെച്ച് കൊടുത്താൽ വീട് തകർന്നടിയും വേണമെങ്കിൽ. പക്ഷെ വീട് പെട്ടെന്ന് നശിക്കും. പക്ഷെ അതിനകത്ത് കെട്ടിയിരിക്കുന്ന ഇഷ്ടികയും ഈ തടികളും ഒക്കെ ആ വീട് നശിച്ചു എന്ന് പറയുമ്പോഴും ഇഷ്ടിക, തടി, അതിൻ്റെ പ്ലാസ്റ്റർ ഇങ്ങനെ ഉപയോഗിച്ചേക്കണം. ആ പ്ലാസ്റ്റർ ഇങ്ങനെ ഉപയോഗിച്ചേക്കുന്ന സാധനം അതിനകത്ത് ഇത്തിരി പൊട്ടിപ്പോയാലും ആ ടൈൽസിന്റെ ഭാഗങ്ങൾ ഇതൊക്കെ അതേപോലെ തന്നെ കിടക്കും. പക്ഷെ നമ്മൾ പറയും വീട് നശിച്ചു. എന്നാൽ വീട് നശിപ്പിച്ചിട്ട് പോയി. വീട് നശിപ്പിച്ചിട്ട് പോയെങ്കിൽ ഇഷ്ടികകളും തടികളും ഇരുമ്പ് ഭാഗങ്ങളും ഒക്കെ ആയിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിന് നാശം അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ശരീരം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കൺസ്ട്രക്ഷൻ, വീട് പോലെ അല്ലെങ്കിൽ ഒരു എഞ്ചിൻ പോലെ പ്രത്യേക ഒരു കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് അത് പെട്ടെന്ന് നശിക്കും. അതാണ് നമ്മളുടെ മരണം സംഭവിക്കുമ്പോൾ ഇതിന്റെ പ്രവർത്തനം നശിച്ചുപോയി, ഈ ശരീരത്തിന്റെ പ്രവർത്തനം നശിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് താമസിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാകുമ്പോൾ നമ്മൾ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ വേറൊരു വീട് പണിയാൻ ശ്രമിക്കുന്നത് പോലെയാണ് ശരീരത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിനകത്തുനിന്ന് ഞാൻ എന്ന കൂട്ടായ്മ, അതിന്റെ കുടുംബാംഗങ്ങളെല്ലാം ചേർന്നാണ് കുടുംബം എന്ന് പറയുന്നത്. ആ വീട്ടിലെ കുടുംബം വേറൊരു വീട് വെച്ച് ആ കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ മറ്റൊരു വീട് പണിത് അതിനെ കുടുംബമാക്കും. കുടുംബമാക്കണമെങ്കിൽ എന്തു വേണം? കുടുംബമാകണമെങ്കിൽ അതിനെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ ഒരു കെട്ടിടവും അതിന്റെ കൂടെ വേണം. ആ കെട്ടിടത്തിന്റെ സ്ഥാനത്ത് മാത്രമേ ഉള്ളൂ ഈ ശരീരം. അപ്പോൾ ശരീരം പെട്ടെന്ന് നശിച്ചാലും ഈ അംഗങ്ങൾ ചേർന്ന് വേറൊരു കെട്ടിടമുണ്ടാക്കി അവിടെ ഒരു കുടുംബത്തെ, അതാണ് നമ്മുടെ ബിന്ദു ടീച്ചർ പറഞ്ഞ, ബിന്ദു മന്ത്രി പറഞ്ഞ ഈ ഇതിനകത്ത് ഉള്ള വ്യത്യാസം വന്നത്. ഞാൻ എൻ്റെ വീട് തലയിൽ കൊണ്ട് നടക്കുമെന്ന് പറയണതല്ല, ഞാൻ എൻ്റെ കുടുംബമാണ് തലയിൽ ഏറ്റുന്ന. കുടുംബം എന്ന് പറയുന്നത് ഈ അംഗങ്ങൾ ചേർന്നിട്ട് ഈ കെട്ടിടത്തിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശയപരമായിട്ടുള്ള അവസ്ഥയാണ്. അതാണ് കൂട്ടായ്മയ്ക്ക് ബലം നൽകുന്നത്.
അവിടെ ആളിന്റെ എണ്ണത്തിലോ അവരുടെ ജോലികളിലോ ഒന്നുമല്ല കാര്യം. അവിടെ ഈ ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കളെന്ന് കൂടി അതിനകത്ത് ഈ കെട്ടിടത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ കെട്ടിടം കുടുംബത്തെ നിലനിർത്താനുള്ള ഒരു അവസ്ഥയായിട്ടിരിക്കൊണ്ട് ആ ആശയം കുടുംബം എന്ന് പറയുന്നതിനകത്ത് ഓരോ വ്യക്തികളെയും എടുത്തല്ല കുടുംബം എന്ന് പറയുന്നത്, ആ കെട്ടിടത്തെയും അല്ല കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബ വീട് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു കെട്ടിടം കാണിച്ചാലും ആ കുടുംബ വീടായത് അതൊരാശയം ഉൾക്കൊള്ളുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ കുടുംബം എന്ന് പറയുന്നത് ഒരു ആശയമാണ്. അതിനെ നമുക്ക് എപ്പോഴും തലയിൽ കൊണ്ടു നടക്കാൻ പറ്റും. പക്ഷേ കെട്ടിടത്തെ തലയിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇതാണ് അതിന്റെ വ്യത്യാസം വന്നത്. അപ്പോൾ ആധുനിക പഠനത്തിന്റെയും ആധുനിക ചിന്താപദ്ധതിയുടെയും വ്യത്യാസം എന്താണ്? ഈ ഭൗതികം എന്ന് പറയുന്ന ഇന്ദ്രിയ ഗോചരത്വത്തിലേക്കുള്ള ഭാഗങ്ങളെ മാത്രം ഉള്ളതായിട്ട് കണ്ടിട്ട് വാസ്തവത്തിൽ എന്തിനു വേണ്ടിയിട്ട് പണിതതാണോ കെട്ടിടം, അതിന് അവിടെ താമസിക്കുന്ന ആളുകൾക്കുള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളുടെ ഭാരതീയ ശാസ്ത്ര പൈതൃകവും ഈ ആധുനിക ഭൗതിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം. ഇതിന് മനസ്സിലാക്കാൻ നമുക്ക് വളരെയധികം വിശദീകരിക്കണം എന്ന് പറഞ്ഞാണ് നമ്മൾ ആ വിശദീകരണങ്ങൾ നമുക്കിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം വരുന്ന ക്ലാസ്സുകളിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ, നമഃ ശിവായ.